നമസ്കാരം. മനോരമ പോലത്തെ കോൺഗ്രസിനോട് ചായ്വുള്ള ഒരു ചാനൽ ബി.ജെ.പി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി 5 സീറ്റുകളിൽ വിജയം നേടും. അതായത് സാധാ വിജയമല്ല, ഒരു ഉജ്ജ്വല വിജയം. അതായത് വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി ബി.ജെ.പി. ഒരു 5 സീറ്റുകൾ നേടും എന്ന സർവേ ഫലം പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല, മനോരമ തന്നെയാണ്. ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഇപ്പോൾ സർവേ ഫലത്തിന്റെ പിന്നിലാണ് അവർ ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് കോൺഗ്രസിൽ ചായ്വുള്ള അല്ലെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന മനോരമ ചാനൽ തന്നെ പറയുന്നു ബി.ജെ.പി. 5 സീറ്റുകൾ നേടും. കോൺഗ്രസ് എക്കാലത്തും, അതായത് യു.ഡി.എഫ് ഒക്കെ എക്കാലത്തും കണ്ണു നട്ടിരിക്കുന്ന തൃശൂർ സീറ്റ് ഇത്തവണയും കോൺഗ്രസിന് നഷ്ടമാകും. അവിടെ ബി.ജെ.പി. വിജയിക്കും. അതായത് പത്മജ വേണുഗോപാൽ അവിടെ നിന്നും എം.എൽ.എ. ആയിട്ട് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുമെന്ന് മനോരമ തന്നെ ഊന്നി പറയുമ്പോൾ ഇനി അതിൽ യാതൊരു സംശയവുമില്ല, ബി.ജെ.പി. കേരളത്തിൽ 5 സീറ്റുകൾ നേടുമെന്ന കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കി സീറ്റുകളുടെ കാര്യം കൂടി നോക്കിയാൽ മതി എന്നതാണ് യാഥാർത്ഥ്യം. അതായത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ. നിർണായക ശക്തിയാകുമെന്ന് മനോരമ ന്യൂസ് സി വോട്ടർ മെഗാ ഇലക്ഷൻ സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ പ്രമുഖ മാധ്യമം ഇതാദ്യമായാണ് ഇത്രയധികം സീറ്റുകളിൽ ബി.ജെ.പിക്ക് വ്യക്തമായ ജയസാധ്യത പ്രവചിക്കുന്നത്. സംസ്ഥാനത്താകെ 1 മുതൽ 5 സീറ്റുകൾ വരെ എൻ.ഡി.എ. നേടിയേക്കാമെന്നാണ് സർവേ നൽകുന്ന സൂചന. തിരുവനന്തപുരം ജില്ലയിലെ 2 പ്രധാന മണ്ഡലങ്ങളിലും തൃശൂർ, മഞ്ചേശ്വരം എന്നിവിടങ്ങളിലും ബി.ജെ.പി. കരുത്ത് തെളിയിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. തലസ്ഥാന ജില്ലയിലെ രാഷ്ട്രീയ ചിത്രം മാറുമെന്നാണ് സർവേ ഫലങ്ങൾ ഇതോടെ പറയുന്നത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്തെ വിജയിക്കുമെന്നാണ് സർവേയുടെ പ്രവചനം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ ബി.ജെ.പിക്ക് വ്യക്തമായ ഒരു മേൽക്കൈ തന്നെയുണ്ട്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കഴക്കൂട്ടം മണ്ഡലത്തിൽ നേരിയ വിജയസാധ്യത സർവേ കൽപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ എൻ.ഡി.എ. 1 മുതൽ 3 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നാണ് പ്രവചനം. വട്ടിയൂർക്കാവിലും ബി.ജെ.പി. ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. വടക്കൻ കേരളത്തിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ബി.ജെ.പി. വിജയസാധ്യത ഉണ്ട് എന്നാണ് സർവേ പറയുന്നത്. കാസർഗോഡ് ജില്ലയിൽ എൻ.ഡി.എക്ക് 0 മുതൽ 1 സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത്. തൃശൂർ ജില്ലയിലും ബി.ജെ.പി. അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത സർവേ തള്ളിക്കളയുന്നില്ല. തൃശൂരിലെ 13 മണ്ഡലങ്ങളിൽ ഒരിടത്ത് എൻ.ഡി.എക്ക് ജയസാധ്യതയുണ്ട്. ബി.ജെ.പി. വലിയ പ്രതീക്ഷ വെച്ചിരുന്ന പാലക്കാട് ഇക്കുറിയും എൽ.ഡി.എഫിന് വ്യക്തമായ മുൻതൂക്കമുണ്ടെങ്കിലും ഒരു അട്ടിമറി നടന്നേക്കാമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും ബി.ജെ.പിക്ക് വലിയ രീതിയിൽ ഒരു നില മെച്ചപ്പെടുത്താനാവുമെന്നൊക്കെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മൊത്തത്തിൽ യു.ഡി.എഫ് ഭരണത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് സർവേ പറയുന്നത്. മനോരമയുടെ സർവേയാണ്. യു.ഡി.എഫ് 69 മുതൽ 81 സീറ്റുകളിലും എൽ.ഡി.എഫ് 57 മുതൽ 69 സീറ്റുകളും എൻ.ഡി.എ 1 മുതൽ 5 സീറ്റുകളിലൊക്കെ നേടുന്നു. പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ ബി.ജെ.പിക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളൊക്കെ ഉണ്ടെന്ന് സർവേ പറയുന്നുണ്ട്. എന്നാൽ വോട്ട് വിഹിതത്തിൽ പലയിടത്തും ബി.ജെ.പിക്ക് നിർണായകമായ ഒരു വർധനവ് രേഖപ്പെടുത്താൻ സാധ്യത ഉണ്ടെന്നാണ് മനോരമ പറയുന്നത്. 140 മണ്ഡലങ്ങളിൽ നിന്നായി 90,000-ഓളം സാമ്പിളുകൾ ശേഖരിച്ചാണ് മനോരമ ഈ വിപുലമായ സർവേ പൂർത്തിയാക്കിയത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം ബി.ജെ.പിക്ക് 5 സീറ്റുകൾ വരെ പ്രവചിക്കുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. 5 സീറ്റുകൾ വരെ, അതായത് സത്യം തുറന്നു പറഞ്ഞതോടുകൂടിയാണ് മനോരമയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്. കാറ്റ് വീശുന്നത് നേരെ കാവിയിലേക്കാണ്, അതായത് ബി.ജെ.പിയിലേക്കാണ് കാറ്റ് വീശുന്നത്. 5 സീറ്റുകളൊക്കെ നേടുമെന്ന് പറഞ്ഞു വന്നപ്പോഴാണ് അവതാരികയ്ക്ക് മനസ്സിലായത് മനോരമ ചാനലിൽ നിന്നാണ് ഈ സത്യമെല്ലാം തുറന്നു പറയുന്നത്. അതിനുശേഷമാണ് അവർ പറയാൻ തുടങ്ങിയത് ജയസാധ്യത ഉണ്ട്, ഉണ്ടാവാതിരിക്കാം, വേണമെങ്കിൽ ആവാം, ആവാതിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തടി തപ്പുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ബി.ജെ.പി. ഒരു വലിയ ശക്തിയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം.